തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ കൂടെ നിൽക്കുന്നവരാണ് നമ്മുടെ ജീവിത വഴികളിലെ വെളിച്ചമാകുന്നവർ. ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം അവനെ മനസ്സിലാക്കുന്ന സ്വന്തം ബന്ധങ്ങളാണ്. ബന്ധങ്ങൾ മനുഷ്യർക്ക് ജീവനം നൽകുന്ന വേരുകളാവണം, ജീവനെടുക്കുന്ന കോടാലിയാകരുത്. നല്ലത് ലഭിക്കുമ്പോൾ സ്വീകരിക്കുക, അതിൻ്റെ ഉറവിടം കാര്യമാക്കേണ്ടതില്ല. ചെറുപ്പത്തിൽ നിങ്ങൾക്ക് എല്ലാവരുടെയും സ്നേഹം സൗജന്യമായി ലഭിക്കും. യൗവനത്തിൽ അതിനുവേണ്ടി നിങ്ങൾ കഷ്ടപ്പെടേണ്ടതായി വരുന്നു. എന്നാൽ വാർദ്ധക്യത്തിൽ അതിനായി യാചിക്കേണ്ടിയും വരും. പ്രിയപ്പെട്ട ഒന്നിനെ ഒരാൾ ഉപേക്ഷിച്ചു പോകണമെന്നുണ്ടെങ്കിൽ അത്രയും ആഴത്തിൽ ഹൃദയമുറിവേറ്റിട്ടുണ്ടാകണം. മനസ്സ് പോലെ വളക്കൂറുള്ള മറ്റൊരിടമില്ല. എന്ത് വിധിക്കുന്നുവോ അത് തഴച്ചു വളരും. ആത്മാർത്ഥത കൂടിപ്പോയവരാണ് ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയവരിൽ അധികവും. എത്ര കാലം നിങ്ങൾ ഒരാളോടൊപ്പം ജീവിച്ചാലും പൂർണ്ണമായി നിങ്ങൾക്കവരെ മനസ്സിലാക്കാൻ സാധിക്കില്ല. നന്നായി ആലോചിച്ചതിന് ശേഷം മാത്രം സംസാരിക്കാൻ തുടങ്ങുക. എങ്കിൽ നിങ്ങൾക്ക് ഒരിടത്തും അപമാനപ്പെടേണ്ടി വരില്ല. ദേഷ്യം വരുമ്പോൾ പറയുന്ന വാക്കുകളിൽ സംയമനം ആവശ്യമാണ്. ദേഷ്യം അല്പം കഴിഞ്ഞാൽ ഇല്ലാതെയാകും. പക്ഷേ നമ്മൾ പറയുന്ന വാക്കുകൾ മറ്റുള്ളവരുടെ മനസ്സിൽ എന്നും അസ്വസ്ഥത പടർത്തിക്കൊണ്ടിരിക്കും. നമ്മളെപ്പോഴും മറ്റുള്ളവരെക്കാൾ കൂടുതൽ നമ്മളെ തന്നെയാണ് സ്നേഹിക്കുന്നത്. പക്ഷേ എന്തുകൊണ്ടോ നമ്മുടെ അഭിപ്രായത്തേക്കാൾ മറ്റുള്ളവരുടെ അഭിപ്രായത്തിനാണ് പ്രാധാന്യം നൽകുന്നത്. ഒറ്റയ്ക്ക് നടക്കാൻ ശീലിക്കുക. കൂടെയുള്ളവർ എല്ലായ്പ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവണമെന്നില്ല. ചില സ്വപ്നങ്ങൾ ആകാശം പോലെയാണ്. നമുക്ക് കാണാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. എത്തിപ്പിടിക്കുക എന്നത് നടക്കാത്ത കാര്യമാണ്. ഒരാളുടെ ദേഷ്യം മാറണമെങ്കിൽ അവർ സമാധാനപ്പെടുന്നതുവരെ മറ്റേയാൾ മൗനം പാലിക്കുകയാണ് വേണ്ടത്. മനസ്സ് ശൂന്യമായിരിക്കുമ്പോഴാണ് ചിന്തകൾ പൂർണ്ണത കൈവരിക്കുന്നത്.